പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങൾ എന്നും പുതിയതുപോലെ തന്നെ വെട്ടി തിളങ്ങുന്ന വിധത്തിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എത്ര പഴകിയ സ്റ്റീൽ പാത്രങ്ങളോ ആയിക്കോട്ടെ, കരിയോ ചാരമോ ഉപയോഗിക്കാതെ ഒരുപാട് സമയം ഉരച്ച് ബുദ്ധിമുട്ടാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പുതുപുത്തനാക്കിയെടുക്കാം. അപ്പോൾ പാത്രങ്ങൾ വെളുപ്പിക്കാനുള്ള ഇന്നത്തെ ടിപ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതായതിപ്പോൾ കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളാണ്. ഇതുപോലുള്ള കപ്പുകൾ, അതുപോലെ തന്നെ ചായ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതുപോലെ തന്നെ പാല് വാങ്ങിക്കുന്ന തൂക്കുപാത്രങ്ങൾ, മിക്സിയുടെ ജാറ്, പാൽ ചായ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പ, ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നവയാണ്. ഇതിലൊക്കെ എങ്ങനെയായാലും നല്ല പോലെ കറ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ പുതുതലമുറയ്ക്കൊക്കെ കരി ഉപയോഗിച്ചും ചാര ഉപയോഗിച്ചൊക്കെ പാത്രം കഴുകി വെളുപ്പിക്കാനൊക്കെ നല്ല മടിയായിരിക്കും. അതുപോലുള്ള ആളുകൾക്ക് കരിയോ ചാരമോ ഒന്നും ഉപയോഗിക്കാതെയും ഒരുപാട് സമയം ഉരച്ച് ബുദ്ധിമുട്ടാതെയും നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പസോഡ, അപ്പക്കാരം എന്നൊക്കെ പറയില്ല, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് ഏത് ലിക്വിഡാണോ അതിൽ നിന്നൊരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ല പോലെ ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത പേസ്റ്റിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഒന്ന് മുക്കിയ ശേഷം എല്ലാ പാത്രത്തിലേക്കും ഒന്ന് തേച്ച് കൊടുക്കുക. ഒരുപാട് സമയം ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പേസ്റ്റ് ഒന്ന് എത്തുന്ന വിധത്തിൽ ഒന്നങ്ങ് ഉരച്ച് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ഈ പേസ്റ്റ് തേച്ച് ഉരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് പതയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പതയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് നമ്മളിത് കഴുകി എടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും. അങ്ങനത്തെ എല്ലാ പാത്രത്തിലേക്കും നമ്മൾ റെഡിയാക്കിയെടുത്ത പേസ്റ്റ് തേച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 10-15 മിനിറ്റോളം വെക്കണം. അതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പാത്രത്തിൻ്റെ ഇതുപോലുള്ള ഇടുങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ഉരച്ചെടുക്കാം. ഇതുപോലുള്ള ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചോ സ്ക്രബ്ബറോ ഒന്നും എത്തില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷ് ഇട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. കപ്പിൻ്റെ ഉൾവശങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല പോലെ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കറയൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കുക. ഒരുപാട് സമയം ശക്തി ഉപയോഗിച്ച് ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് ഉരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇത് കണ്ടില്ലേ, നമ്മുടെ കപ്പിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പാല് വാങ്ങുന്ന തൂക്കുപാത്രവും പാൽ ചായ ഉണ്ടാക്കിയെടുക്കുന്ന പാത്രങ്ങളൊക്കെ എങ്ങനെ തേച്ച് കഴുകിയാലും അതിൻ്റെ ഉൾവശത്തൊക്കെ നന്നായിട്ട് കറ പിടിച്ചിരിക്കും. അപ്പം അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ഈ പേസ്റ്റ് ഒന്ന് തേച്ച് വെച്ച് കൊടുത്ത ശേഷം പിന്നീട് നല്ല പോലെ കറയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് നല്ല പോലെ ക്ലീനായി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണിലെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കറ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പേസ്റ്റ് തേച്ച് കൊടുത്ത ശേഷം പിന്നീട് ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്ലീനായി കിട്ടുന്നുണ്ട് എന്നുള്ളത്.
അതുപോലെ തന്നെയാണ് നമ്മൾ പാൽച്ചായക്ക് അരിച്ചെടുക്കുന്ന ചായ അരിപ്പ. പാൽച്ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും ഒക്കെ നല്ല കറ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പേസ്റ്റ് തേച്ച് വെച്ച് കൊടുത്ത ശേഷം പിന്നീട് ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ അടപ്പിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കറ പിടിച്ചിരിക്കുന്നുണ്ടാവും. പാത്രങ്ങളൊക്കെ നമ്മൾ നിത്യേന കഴുകുന്നത് തന്നെയാണ്, പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ പിന്നീട് ലിക്വിഡൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം ആ തേച്ച് കൊടുത്ത പേസ്റ്റ് തന്നെയാണ്. നല്ല പതയുണ്ട്. ഇനി എല്ലാ പാത്രങ്ങളും നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മൾ നോൺ വെജ് ഉണ്ടാക്കി കഴിയുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ പാൽച്ചായൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴാണെങ്കിലും കിച്ചണിലും പാത്രങ്ങളിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ഈ ഒരു പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് പാത്രങ്ങളിലൊക്കെ ആണെങ്കിലും എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ല പോലെ തന്നെ പോയി കിട്ടും. അപ്പം ഞാൻ കഴുകാനിട്ടിരുന്ന സമയത്തുള്ള പാത്രങ്ങളും ഈ പാത്രങ്ങളും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കും നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ ടാപ്പിലൊക്കെ ഒന്ന് ഈ പേസ്റ്റ് തേച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. പാത്രമൊക്കെ കഴുകിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ സിങ്കും നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നങ്ങ് ഉരച്ച് കഴുകിയെടുത്തപ്പോൾ തന്നെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ പാത്രം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ ഇതാ നല്ല പുത്തനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ പാത്രങ്ങളൊക്കെ എപ്പോഴും പുത്തനായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാത്രം ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.